ഹലോ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് കപ്പ് കേക്കിനുള്ള റെസിപ്പിയാണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫ്ലോർ ഒന്ന് അരിച്ചെടുക്കണം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇത് ഞാൻ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുവാണേ. ഇനി നമുക്ക് ആ ബൗളിലേക്ക് തന്നെ 3 മുട്ടയും 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ഇടണം. ഇത് മൂന്നും കൂടെ ഞാൻ ഇനിയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണേ. ആദ്യം ഏറ്റവും സ്ലോ ആയിട്ട് സ്പീഡ് 1-ലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ 2-3-ലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര എല്ലാം നന്നായിട്ട് അലുത്ത് വരണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഫ്ലോർ ഒന്ന് 2-3 തവണയായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊരു 3 പാത്രത്തിലാക്കി ഈക്വലായിട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരെണ്ണത്തിൽ സ്ട്രോബെറിയും, ഒരെണ്ണത്തിൽ പിസ്ത, ഒരെണ്ണത്തിൽ മാംഗോ, 3 എസൻസ് 2-3 ഡ്രോപ്സ് വെച്ച് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തു. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഡിഗ്രിയിൽ ഞാൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ്. ഇനി അതിലേക്ക് 170 ഡിഗ്രിയിൽ ഞാൻ 35 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ് കേക്കിൻ്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.